എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. കൃഷ്ണമന്ദയുടെ ഭാഗവത പഠന ക്ലാസ്സിലേക്ക് എല്ലാ സജ്ജനങ്ങളെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ക്ലാസ് നടത്തുന്നത് ഭാഗവതാചാര്യൻ ഡോക്ടർ പി.വി. വിശ്വനാഥൻ നമ്പൂതിരി സാറാണ്. സാറിനെ സ്നേഹാദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ ശ്രീമദ് ഭാഗവതം ചതുർത്ഥ സ്കന്ധം 9-ാം അധ്യായത്തിലെ 45-ാമത്തെ ശ്ലോകം വരെയാണ് പറഞ്ഞു നിർത്തിയത്. ഇന്ന് തുടർന്ന് കേൾക്കാം. നമസ്കാരം സർ. പഹനാവതു പഹനോ പുനഃതു പഹവീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. യം പ്രൗപ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതരയാ ജുഹാവ പുത്രേതി തന്മയതയാ തരവോഗ്നേദുസ്തം ബഹുബോധഹൃദയം. സമാദനീയരായ എല്ലാ പഠിതാക്കൾക്കും വിനീതമായ മുമ്പ് പറഞ്ഞ പോലെ ചതുർത്ഥസ്കന്ധം 9-ാം അധ്യായം 46-ാമത്തെ ശ്ലോകം ആരംഭിക്കുന്നു. സുരുചിസ്തം സമുത്ഥാപ്യ പാദാവനതമദ്ഭകം പരിഷ്വജ്യാഹ ജീവേതി ബാഷ്പഗദ്യതയാ ഗിര. ധ്രുവന്റെ തിരിച്ചുവരവാണ് കഴിഞ്ഞ ശ്ലോകങ്ങൾ വർണ്ണിച്ചത്. പിതാവിന്റെ പാദങ്ങളിൽ വന്ദിച്ചു. ആശീർവാദം കൊണ്ടും കുശലപ്രശ്നം കൊണ്ടും ഒക്കെ സ്വീകരിച്ചു. അമ്മമാർ രണ്ടുപേരും ഭൂമിയിൽ വീണ് നമസ്കരിച്ചു. മത്സരങ്ങളൊക്കെ നീങ്ങി സജ്ജനശ്രേഷ്ഠനായ ഭവിച്ച ധ്രുവൻ സുരുചിയെക്കുറിച്ചുള്ള വിദ്വേഷവും ഉപേക്ഷിച്ചു. സുരുചിഹിത്തം, സുരുചി അവനെ സമുത്ഥാപ്യ എഴുന്നേൽപ്പിച്ചിട്ട് പാദാവനതം അർഭകം, കാലിൽ വീണ് കിടക്കുന്ന അർഭകനെ, പുത്രനെ, അർഭകൻ മകൻ പുത്രൻ. പാദൗ അവനതം പാദാവനതം, പാദങ്ങളിൽ അവനതമായ, പാദങ്ങളിൽ നമസ്കരിച്ച് കിടക്കുന്ന ആ പുത്രനെ എഴുന്നേൽപ്പിച്ചിട്ട് പരിഷ്വജ്യ ആലിംഗനം ചെയ്തിട്ട് ആഹ പറഞ്ഞു, ജീവ ഇതി, വള്ളക്കാരൻ ജീവിക്കൂ എന്ന് ആശംസിച്ചു. ബാഷ്പഗദ്ഗതയാഗിര, കണ്ണീര് കൊണ്ട് ഗദ്ഗതമായ വാക്കോടെ, കണ്ണീര് പുറത്തു വന്നതുപോലെ ഉള്ളിലേക്ക് അടങ്ങിയപ്പോൾ തൊണ്ടയിൽ ഇടറി സ്ഖലനമുണ്ടായി. അപ്പം ഗദ് ഗദ് എന്ന് ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടാണ് വാക്ക് വരുന്നത്. അതുകൊണ്ടാണ് ഗദ്ഗദം എന്ന പേര് വരുന്നത്. ഗദ്ഗതയാ ഗിര, തുടർച്ചയായിട്ട് പെട്ടെന്ന് പറയാൻ പറ്റില്ല. ഇടയ്ക്കിടയ്ക്ക് നിന്ന് തെന്നി തെന്നി കലിച്ചു പോകുന്ന വാക്കുകൾ. അങ്ങനെയുള്ള വാക്കുകളോടെ ആ അമ്മ മകനെ ഉയർത്തി എഴുന്നേൽപ്പിച്ച് ആലിംഗനം ചെയ്ത് ജീവ എന്നിങ്ങനെ ആശംസിച്ചു. ജീവിക്കൂ വള്ളക്കാലം. പുരുചിസ്തം സമുത്ഥാപ്യാപാദാവനതമദ്ഭകം പരിഷ്വജ്യാഹ ജീവേതി ബാഷ്പഗദ്ഗതയാ ഗിരാം. പുരുചിഹി പാദാവനതം അർഭകം സമുത്ഥാപ്യ പരിഷ്വജ്യ ബാഷ്പഗദ്ഗതയാ ഗിരാ ജീവ ഇതി ആഹ. സുരുചിസ്തം സമുത്ഥാപ്യാപാദാവനതമദ്ഭകം പരിഷ്വജ്യാഹ ജീവേതി ബാഷ്പഗദ്ഗതയാ ഗിരാം. സുരുചിസ്തം സമുത്ഥാപ്യ പാദാവനതമദ്ഭകം പരിഷ്വജ്യാഹ ജീവേതി ബാഷ്പഗദ്ഗതയാ ഗിരാം. യസ്യ പ്രസന്നോ ഭഗവാൻ ഗുണൈർമൈത്രാദിഭിർഹരി തസ്മൈ നമന്തി ഭൂതാനി നിപ്നമാപൈവ സ്വയം. യസ്യ യാതൊരുവന് ഭഗവാൻ പ്രസന്നനായാൽ ഗുണൈഹി മൈത്ര്യാദിഭിഹി, മൈത്രി ആദികളായ ഗുണങ്ങളാൽ പ്രസന്നനായാൽ തസ്മൈ നമന്തി ഭൂതാനി, അവനായിക്കൊണ്ട് ഭൂതങ്ങൾ നമസ്കരിക്കുന്നു. നിമ്നം ആപൈവ സ്വയം, താഴേക്കൊഴുകുന്ന വെള്ളം പോലെ.
നിന്നം താഴേക്ക് ആപഹ വെള്ളം. വെള്ളം താഴേക്ക് ഒഴുകാൻ ആരും നമ്മളൊന്നും ചെയ്യേണ്ട, സ്വയം പ്രയത്നം കൊണ്ടാണ്. വേറെ എവിടേക്കാണെങ്കിലോ മുകളിലേക്കാണെങ്കിലോ നമ്മൾ വെട്ടി 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 അതിനെ കൊണ്ടുപോകണം. താഴേക്ക് ഒഴുകാൻ ഒരു പ്രയത്നവും വെള്ളത്തിന് ആവശ്യമില്ല. നിമ്നം ആപഹ സ്വയം ഇവ. താഴ്ന്ന പ്രദേശത്തിലേക്ക് വെള്ളം തന്നെ ഒഴുകുന്നത് പോലെ സകല ഭൂതജാലങ്ങളും അവനെ തന്നെ നമസ്കരിക്കും. ആരുടെ പേരിലാണോ ഹരി പ്രസന്നനായത്, ആരോടാണോ ഭഗവാൻ പ്രസന്നനായത്, അവന്റെ പാദങ്ങളിലേക്ക് എല്ലാവരും നമസ്കരിക്കും. അത് ലോകസഹജമായ സ്വഭാവമാണ്. ഏതുപോലെ? വെള്ളം താഴേക്ക് ഒഴുകുന്നത് പോലെ. യസ്യ പ്രസന്നോ ഭഗവാൻ ഗുണൈർമൈത്രാദിഭിർഹരി തസ്മൈ നമന്തി ഭൂതാനി നിമ്നമാപൈവ സ്വയം. മൈത്രാദിഭിः ഗുണൈः യസ്യ ഭഗവാൻ ഹരിः പ്രസന്നഃ ഭൂതാനി ആപഹ സ്വയം നിമ്നം ഇവ തസ്മൈ നമന്തി. യസ്യ പ്രസന്നോ ഭഗവാൻ ഗുണൈർമൈത്രാദിഭിർഹരി തസ്മൈ നമന്തി ഭൂതാനി നിമ്നമാപൈവ സ്വയം. യസ്യ പ്രസന്നോ ഭഗവാൻ ഗുണൈർമൈത്രാദിഭിർഹരി തസ്മൈ നമന്തി ഭൂതാനി നിമ്നമാപൈവ സ്വയം. ഉത്തമശ്ച ധ്രുവശ്ചോഭൗ അന്യോന്യം പ്രേമവിഹ്വലൗ അംഗസംഗാദുത്പുളകൗ അസ്രൗഖം മുഹുരൂഹതു. ഉത്തമഃ ച ധ്രുവഃ ച, ഉത്തമനും ധ്രുവനും, ഉഭൗ രണ്ടുപേരും, അന്യോന്യം പരസ്പരം. ധ്രുവഃ ച ഉഭൗ അന്യോന്യം. കുടിച്ചിരുമ്പോൾ ധ്രുവശ്ചോഭാവന്യോന്യം, ഉഭൗ അന്യോന്യം, ഉഭാവന്യോന്യം എന്ന് കൂടി കേൾക്കും ഒന്നിച്ച് വായിക്കുമ്പോൾ. അതുകൊണ്ട് ആദ്യം പദച്ഛേദം ചെയ്ത് ഉറപ്പിച്ചിട്ട് ഒന്നിച്ച് വായിക്കണം. ഒന്നിച്ചാണ് വായിക്കേണ്ടത്. ഉത്തമശ്ച ധ്രുവശ്ചോഭൗ അത് നിർത്താം. അന്യോന്യം പ്രേമവിഹ്വലൗ, അപ്പൊ ഈ വലിയ വിഷമതകൾ വരില്ല. ഉത്തമനും ധ്രുവനും, ഉഭൗ രണ്ടുപേരും, അന്യോന്യം പരസ്പരം, പ്രേമവിഹ്വലൗ എന്റെ പ്രേമം കൊണ്ട് പരവശരായി തീർന്നിട്ട്, അംഗഭംഗാ പരസ്പരം സ്പർശിച്ചത് കൊണ്ട്, ആലിംഗനം ചെയ്തതുകൊണ്ട്, ഉത്പുളകൗ ഉള്ളിൽ പുളകമുണ്ടായി, രോമാഞ്ചമുണ്ടായിട്ട്, അസ്രൗഖം കണ്ണീർക്കൂട്ടങ്ങളെ, മുഹുഹു വീണ്ടും, ഊഹതുഹു വഹിച്ചു, കണ്ണിൽ കണ്ണീർ നിറഞ്ഞു രണ്ടുപേരുടെയും കണ്ണിൽ. ഉത്തമനും ധ്രുവനും അന്യോന്യം സ്നേഹപരവശന്മാരായിട്ട് ഗാഠമായ ആലിംഗനത്തിൽ. അപ്പോൾ ശരീരത്തിൽ രോമാഞ്ചമുണ്ടായി, നേത്രങ്ങളിൽ കണ്ണീർ നിറഞ്ഞു, ഉള്ളു മുഴുവൻ പുളകം കൊണ്ട് നിറഞ്ഞു നിന്നു. ഉത്തമശ്ച ധ്രുവശ്ചോഭൗ അന്യോന്യം പ്രേമവിഹ്വലൗ അംഗഭംഗാദുത്പുളകൗ അസ്രൗഖം മുഹുരൂഹതു. ഉത്തമഃ ച ധ്രുവഃ ച ഉഭൗ അന്യോന്യം പ്രേമവിഹ്വലൗ അംഗഭംഗാദ് ഉത്പുളകൗ മുഹു അസ്രൗഖം ഊഹതു. ഉത്തമശ്ച ധ്രുവശ്ചോഭാവന്യോന്യം പ്രേമവിഹ്വലൗ അംഗഭംഗാദുത്പുളകാവസ്രൗഖം മുഹുരൂഹതു. ഉത്തമശ്ച ധ്രുവശ്ചോഭൗ അന്യോന്യം പ്രേമവിഹ്വലൗ അംഗഭംഗാദുത്പുളകൗ അസ്രൗഖം മുഹുരൂഹതു. പുനീതിരഭ്യജനനി പ്രാണേഭ്യോപി പ്രിയം സുതം ഉപഗൂഹ്യ ജഹാവാതിം തദംഗസ്പർശനിർവൃതാം. പുനീതിഹി അഭ്യജനനി, അവന്റെ അമ്മയായ പുനീതി, പ്രാണേഭ്യോപി പ്രിയം സുതം തന്റെ പ്രാണനേക്കാൾ പ്രിയപ്പെട്ടവനായ പുത്രനെ, പ്രാണേഭ്യോ അപി തന്റെ 5 പ്രാണനേക്കാളും പ്രിയപ്പെട്ടവനായ സുതം പുത്രനെ ഉപഗുഹ്യ ആലിംഗനം ചെയ്തിട്ട്, ജഹൗ ആധിം ജഹാവാധി, ജഹൗ ഉപേക്ഷിച്ചു, ആധിം ജഹൗ ആധിയെ ഉപേക്ഷിച്ചു, ദുഃഖത്തെ കളഞ്ഞു. നീതിയമ്മ തന്റെ പ്രിയപ്പെട്ട പുത്രനെ ഗാഠമായി ആലിംഗനം ചെയ്ത് ഇതുവരെ അനുഭവിച്ച ദുഃഖം കളഞ്ഞു.
തത് അംഗസ്പർശ നിർവൃത. അവന്റെ ശരീരത്തെ സ്പർശിച്ച നിർവൃതി കൊണ്ട് തന്റെ ഇതുവരെയുള്ള ദുഃഖമെല്ലാം ആ അമ്മ ഇല്ലായ്മ ചെയ്തു കളഞ്ഞു, നീക്കിക്കളഞ്ഞു. പുനീതിരഭ്യജരണീ പ്രാണേഭ്യോഭിപ്രിയം സുതം ഉപഗൂഹ്യ ജഹാവാധിന്തതംഗസ്പർശ നിർവൃത. അഭ്യജരണീ പുനീതി പ്രാണേഭ്യോഭിപ്രിയം സുതം ഉപഗൂഹ്യ തദംഗസ്പർശ നിർവൃത ആധിം ജഹൗ. പുനീതിരഭ്യജരണീ പ്രാണേഭ്യോഭിപ്രിയം സുതം ഉപഗൂഹ്യ ജഹാവാധിം തദംഗസ്പർശ നിർവൃത. പുനീതിരഭ്യജരണീ പ്രാണേഭ്യോഭിപ്രിയം സുതം ഉപഗൂഹ്യ ജഹാവാധിം തദംഗസ്പർശ നിർവൃത. പയസ്തനാഭ്യം സുസ്രാവാം നേത്രജൈഫലരേ ശിവേ തദാ അഭിഷിച്യമാനാഭ്യം വീര വീരസോമുഹു. പയസ്തനാഭ്യം സുസ്രാവ. സ്തനാഭ്യാം രണ്ട് മുലകളിൽ നിന്നും പയഹ പാല് സുസ്രാവ ചുരത്തി ഒഴുകി. നേത്രജൈഹി ഫലിലേഹി ശിവൈഹി കണ്ണിൽ നിന്നും ഉണ്ടായ നേത്രജമായ ഫലിതം വെള്ളം, അതിന്റെ പേരാണ് കണ്ണുനീര്. ശിവൈഹി മംഗളകരമായ കണ്ണുനീരാണ്. ദുഃഖം കൊണ്ടല്ല, സങ്കടം കൊണ്ടല്ല, അത്ഭുതം കൊണ്ടല്ല, ആനന്ദം കൊണ്ടുണ്ടായ കണ്ണീരാണ്. തഥാ അഭിഷിച്ച, അതുകൊണ്ട് അഭിഷേകം ചെയ്തിട്ട് അഭിഷിച്ചമാനാഭ്യാം രണ്ടുപേരെയും കണ്ണീര് കൊണ്ട് നനച്ചിട്ട് വീരഫുവോമുഹു. ഹേ വീര സംബോധന ചെയ്താണ്. വീരഫുവ വീരനെ പ്രസവിച്ച, ഫുവഹ പ്രസവിച്ച, മുഹു വീണ്ടും വീരപുത്രനെ പ്രസവിച്ച അവളുടെ കണ്ണിൽ നിന്നും മംഗളകരമായ കണ്ണുനീരൊഴുകി. അതുകൊണ്ട് മക്കളെ കുളിപ്പിച്ചിട്ട് അവരുടെ മുലയിൽ നിന്നും പാല് ചുരത്തി വന്നു. പാല് ചുരുത്തുന്ന വാത്സല്യം ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. അങ്ങനെ വാത്സല്യം കൊണ്ട് ജലത്താൽ നനഞ്ഞിരിക്കുന്ന സ്ഥലങ്ങളിൽ നിന്നും പുത്രസ്നേഹത്തെ സൂചിപ്പിക്കുന്നത് പോലെ പാല് ഒഴുകിയെത്തി. പയസ്തനാഭ്യം സുസ്രാവ നേത്രജൈ ഫല്യേ ശിവൈ തഥാ അഭിഷിച്യമാനാഭ്യം വീര വീരസുവോമുഹു. ഹേ വീര വീരസുവഃ നേത്രജൈഹി ശിവൈഹി ഫലിലേഹി അഭിഷിച്യമാനാഭ്യാം സ്തനാഭ്യാം തഥാ മുഹുഃ പയഃ സുസ്രാവ. പയസ്തനാഭ്യം സുസ്രാവ നേത്രജൈ ഫലിലേ ശിവൈ തഥാ അഭിഷിച്യമാനാഭ്യം വീര വീരസുവോമുഹു. പയസ്തനാഭ്യം സുസ്രാവാം നേത്രജൈ ഫലിലേ ശിവൈ തഥാ അഭിഷിച്യമാനാഭ്യം വീര വീരസുവോമുഹു. താം ശശംസുർജനാരാജ്ഞിം ദിഷ്ട്യാ ദേവപുത്ര ആർത്തിഹാം പ്രതിലബ്ധശ്ചിരം നഷ്ടോ രക്ഷിതാ മംഗലം ഭുവ. താം അവളെ ശശംസുഹു ജനങ്ങൾ പ്രശംസിച്ചു. ശംസിച്ചു പ്രശംസിച്ചു. ജനങ്ങൾ അവളെ പ്രശംസിച്ചു. ആരെ? രാജ്ഞിയായ അവളെ ദിഷ്ട്യ ഭാഗ്യം കൊണ്ട് തേ പുത്ര നിന്റെ പുത്രൻ ആർത്തിഹ ദുഃഖമില്ലാതാക്കുന്നവനാണ്. അതുകൊണ്ട് അത് ഭാഗ്യം കൊണ്ടാണ് ദുഃഖമില്ലാതാക്കുന്ന ഒരു പുത്രനെ അമ്മയ്ക്ക് കിട്ടുക. അന്നേ വ്യാസൻ പറഞ്ഞു നിർത്താം. ഇന്നത്തെ പുത്രന്മാരൊക്കെ മാതാപിതാക്കൾക്ക് ദുഃഖമുണ്ടാക്കി കൊടുക്കുന്നവരേ ഉള്ളൂ, ഓരോ ദിവസവുമല്ല ഓരോ നിമിഷവും. പക്ഷേ ഈ അമ്മ ആർത്തിഹ ദുഃഖത്തെ ഇല്ലാതാക്കുന്ന ഒരു പുത്രനെ ഭാഗ്യം കൊണ്ട് പ്രതിലബ്ധ വീണ്ടും കിട്ടി. നേരത്തെ കിട്ടിയതാണ്, പിന്നെ വനത്തിൽ തപസ്സിന് പോയി എന്നുവരും കിട്ടുമോ ഒന്നും അറിയില്ലായിരുന്നു. ഇപ്പൊ പ്രതിലബ്ധ
വനത്തിൽ നിന്ന് വീണ്ടും തിരിച്ചു കിട്ടി. ചിരം നഷ്ട വള്ളക്കാലമായി നഷ്ടപ്പെട്ടതാണ്. രക്ഷിതാമണ്ഡലം ഭുവാം, ഭൂമണ്ഡലത്തെ അവൻ രക്ഷിക്കുക തന്നെ ചെയ്യും. രക്ഷിത എന്ന് വെച്ചാൽ ഭാവികാലമാണ്, രക്ഷിക്കും എന്നർത്ഥം. ജനങ്ങൾ സുനീതിയെ കുറിച്ചാണ് പറഞ്ഞത്. ഈ അമ്മ എത്ര ഭാഗ്യവതിയാണ്, ഞങ്ങളുടെയൊക്കെ പുത്രന്മാരെ നോക്കൂ, ഓരോ നിമിഷവും ഞങ്ങൾക്ക് സങ്കടവും വ്യഥയും ദുഃഖവും ഉണ്ടാക്കുന്നവരാണ്. പക്ഷെ ഈ അമ്മയ്ക്ക് ഈ മകൻ എത്ര ആനന്ദം കൊടുത്തവനാണ്, ദുഃഖമില്ലാതാക്കിയവനാണ്. വീണ്ടും തിരിച്ചു കിട്ടിയല്ലോ. നഷ്ടപ്പെട്ടു പോയി എന്ന് വിചാരിച്ചൊരു പുത്രനെ തിരിച്ചു കിട്ടി. ഒരുപക്ഷെ ഇവനായിരിക്കും ഭാവിയിൽ ഭൂമി ഭരിക്കാൻ പോകുന്നത്. ഭൂമണ്ഡലത്തിന്റെ രക്ഷിതാവായിട്ട് തന്നെ ഭവിക്കും ഇവൻ എന്നൊക്കെ ജനങ്ങൾ അവരുടെ അഭിപ്രായത്തെ ഒരു ആശംസാ രൂപത്തിൽ അറിയിച്ചതാണ്. താം ശശംസൃജനാരാജ്ഞം ദിഷ്ട്യാ ദേവപുത്ര ആർത്തിഹാം പ്രതിലബ്ധശ്ചിരം നഷ്ടോ രക്ഷിതാ മണ്ഡലം ഭുവാൻ. ജനാഹ താം രാജ്ഞിം ശശംസു ശിരം നഷ്ടഃ തേ പുത്രഃ ആർത്തിഃ ദിഷ്ട്യാ പ്രതിലബ്ധഃ ഭുവഃ മണ്ഡലം രക്ഷിതാ. താം ശശംസുർജനാരാജ്ഞിം ദിഷ്ട്യാ ദേവപുത്ര ആർത്തിഃ പ്രതിലബ്ധശ്ചിരം നഷ്ടോ രക്ഷിതാ മണ്ഡലം ഭുവാൻ. താം ശശംസുർജനാരാജ്ഞിം ദിഷ്ട്യാ ദേവപുത്ര ആർത്തിഃ പ്രതിലബ്ധശ്ചിരം നഷ്ടോ രക്ഷിതാ മണ്ഡലം ഭുവാൻ. അഭ്യർച്ചിതസ്ത്വയാ നൂനം ഭഗവാൻ പദാർത്തിഹാം യദനുധ്യായിനോ ധീരാ മൃത്യും ജിഗ്യുഃ ദുർജയം. അഭ്യർച്ചിതഃ ത്വയാ നൂനം, ത്വയാ നിന്നാൽ, അഭ്യർച്ചിതഃ നൂനം നിന്നാൽ അർച്ചിക്കപ്പെട്ടവനായി തീർന്നിരിക്കുന്നു ഭഗവാൻ. പ്രണതാർത്തിഹാം നമസ്കരിക്കുന്നവരുടെ ദുഃഖത്തെ ഇല്ലാതാക്കുന്നവൻ. പ്രണതന്മാരുടെ ആർത്തി ദുഃഖം ഇല്ലാതാക്കുക. പ്രണതാർത്തിഹ നമസ്കരിക്കുന്നവരുടെ ദുഃഖം ഇല്ലാതാക്കുന്നവനായ ആ ഭഗവാൻ നിന്നാൽ അർച്ചിക്കപ്പെട്ടു എന്നുള്ളത് നിശ്ചയമാണ്. എന്തെന്നാൽ ഏത് അനുധ്യായിനോ യാതൊരുവനെ നിരന്തരം ധ്യാനിക്കുന്ന ധീരാഹ ധീരന്മാർ മൃത്യും ജിഗ്യുഹു മരണത്തെ പോലും ജയിക്കുന്നു. ജിഗ്യുഹു ജയിച്ചു. സുദുർജയം ഏറ്റവും ജയിക്കാൻ വിഷമമുള്ള മരണത്തെ പോലും അവർ ജയിച്ചിരിക്കുന്നു. അത്ഭുതമാണ്. അഭ്യർച്ചിതസ്ത്വയാ നൂനം ഭഗവാൻ പ്രണതാർത്തിഹ യദനുധ്യായിനോ ധീരാ മൃത്യും ജിഗ്യുഃ സുദുർജയം. യത് അനുധ്യായിനഃ ധീരാഃ സുദുർജയം മൃത്യും ജിഗ്യുഃ പ്രണതാർത്തിഹ ഭഗവാൻ ത്വയാ അഭ്യർച്ചിതഃ നൂനം. അഭ്യർച്ചിതസ്ത്വയാ നൂനം ഭഗവാൻ പ്രണതാർത്തിഹ യദനുധ്യായിനോ ധീരാ മൃത്യും ജിഗ്യുഃ സുദുർജയം. അഭ്യർച്ചിതസ്ത്വയാ നൂനം ഭഗവാൻ പ്രണതാർത്തിഹ യദനുധ്യായിനോ ധീരാ മൃത്യും ജിഗ്യുഃ സുദുർജയം. ലാല്യമാനം ജനൈരേവം ധ്രുവം ഭ്രാതരം നൃപാം ആരോപ്യകരണീം ഹൃഷ്ടസ്തുത്യമാനോ വിശത്പുരം. ലാല്യമാനം ജനൈഹി ലാളിക്കപ്പെടുന്ന ജനങ്ങളാൽ ഏവം ഇങ്ങനെ ധ്രുവം ധ്രുവനെ ഭ്രാതരം നൃപ ഭ്രാതാവിനോട് കൂടിയുള്ള രാജാവ് ഇങ്ങനെ ജനങ്ങളാൽ ലാളിക്കപ്പെടുന്നവനായ ആ പുത്രനെ ആരോപ്യ മടിയിൽ കയറ്റിയിരുത്തിയിട്ട് ആരോപ്യ കരുണിയും ആനപ്പുറത്ത് കയറ്റിയിരുത്തിയിട്ട് പിടിയാനയുടെ മേൽ കയറ്റിയിട്ട് ഹൃഷ്ട സന്തുഷ്ടനായിട്ട് തൂയമാനഹ സ്തുതിക്കപ്പെട്ടുകൊണ്ട് പുരം അവിശത് പുരത്തെ രാജ്യത്തിന്റെ അതിർത്തിയിൽ ചെന്നാണ് ഇവരെ ധ്രുവന് സ്വീകരിക്കുന്നത്. അവിടെ മുതൽ ഒരു പിടിയാനയുടെ പുറത്ത് ധ്രുവനെ ഇരുത്തി എല്ലാവരാലും ലാളിക്കപ്പെട്ടുകൊണ്ട്
എല്ലാ ജനങ്ങളാലും ആശംസിക്കപ്പെട്ടുകൊണ്ട് എല്ലാവരാലും സ്തുതിക്കപ്പെട്ടുകൊണ്ട് ആ പുരത്തിലേക്ക് എത്തിച്ചേരുന്നു. പട്ടണത്തിലേക്ക് ലാല്യമാനം ജനൈരേവം ധ്രുവം സഭ്രാതരം നൃപാം ആരോപ്യകരണീം ഹൃഷ്ടസ്തുയമാനോ വിശത്പുരം. ജനൈഹി ഏവം ലാല്യമാനം ധ്രുവം സ്വഭ്രാതരം നൃപഃ കരണീം ആരോപ്യ ഹൃഷ്ടഃ പൂയമാനഃ പുരം അവിശത്. ലാല്യമാനം ജനൈരേവം ധ്രുവം സഭ്രാതരം നൃപാം ആരോപ്യ കരണീം ഹൃഷ്ടസ്തൂയമാനോ വിശത്പുരം. ലാല്യമാനം ജനൈരേവം ധ്രുവം സഭ്രാതരം നൃപാം ആരോപ്യ കരണീം ഹൃഷ്ടസ്തൂയമാനോ വിശത്പുരം. ചുപുതപല്ലവവാഫ്രതാദാമ വിളംബിഭീം ഉപസ്കൃതം പ്രതിദ്വാരം അപാം കുംഭൈഫദീപകൈ പ്രാകാരേ ഗോപുരാകാരേ ശാതകുംഭപരിച്ഛദൈ പർവ്വതോരംകൃതം ശ്രീമദ് വിമാന ശിഖരദ്യുതി പൃഷ്ടചതുരരിത്യാട്ടമാർഗം ചന്ദനചിതം രാജാക്ഷതേ പുഷ്പഫലേ തണ്ടുലേ ദരിഭരിയുതം. എങ്ങനെയൊക്കെയാണ് സ്വീകരിച്ചത് എന്ന് 2-3 ശ്ലോകത്തിൽ ഒന്നിച്ച് അന്വയിച്ച് അർത്ഥം പറയുന്ന ശ്ലോകമാണ് ഒന്നിച്ച് വായിച്ചത്. ശൂത പല്ലവ വാഫ പ്രകൃ. ചൂതം മാവ്, പല്ലവം തളിരില. ചൂത പല്ലവം മാവിന്റെ തളിരിലകൾ. വാഫം വസ്ത്രം, പ്രക്ക് മാല. മാവിന്റെ തളിരിലകളാലും വസ്ത്രത്താലും മാലകളാലും മുത്തുകളാലും മുക്താദാമം മുത്തുമാലകളാലും വിളംബിഭിഹി ഇവയോടുകൂടി അവയെ ആലംബിച്ചുകൊണ്ട് ഉപസ്കരിക്കപ്പെട്ട അലങ്കരിക്കപ്പെട്ടിരിക്കുന്നു. പ്രതിദ്വാരം ഓരോ വാതിലും അലങ്കരിച്ചിരിക്കുക. അത് തന്നെയല്ല, അപാം കുംഭൈഫദീപകൈ വെള്ളം നിറച്ച കുടം പൂർണ്ണ കുംഭം കൊണ്ടും ഫദീപകൈ വിളക്കുകൊണ്ടും ധ്രുവൻ വരുന്ന വഴിയിലുള്ള 2 ദിക്കിലുള്ള വീടുകൾ മാവിന്റെ മാവിലകൾ കെട്ടിത്തൂക്കി വസ്ത്രം കൊണ്ട് കെട്ടിത്തൂക്കി അലങ്കരിച്ച് മാലകൾ കെട്ടിത്തൂക്കി മുത്തുമാലകൾ തൂക്കി അത് തൂങ്ങിക്കിടക്കത്തക്കവണ്ണം തൂക്കിയിട്ടിട്ട് അതുകൊണ്ടൊക്കെ ഓരോ വീടിന്റെ വാതിലും അലങ്കരിച്ച് വാതുക്കൽ പൂർണ്ണകുംഭം വെള്ളം കുടം നിറച്ച് വെള്ളവും വിളക്കും വെച്ച് എല്ലാവരും ധ്രുവനെ എതിരേറ്റു. ധ്രുവനെ മാത്രമല്ല, രാജാവിനെയും ഉത്തമനെയും അമ്മമാരും ഇവരെല്ലാം സ്വീകരിച്ചു. ചൂതപല്ലവവാഫപ്രങ്മുക്താദാമ വിളംബികീം ഉപസ്കൃതം പതിദ്വാരമവാം കുംഭൈഫദീപകൈ പ്രാകാരേർ ഗോപുരാകാരൈ. പ്രാകാരങ്ങൾ മതിലുകളാലും ഗോപുരാകാരൈ ഗോപുരങ്ങളാലും അകാരം കൊട്ടാരങ്ങളാലും ശാതകുംഭപരിച്ഛദൈ സ്വർണകുംഭങ്ങൾ കൊണ്ട് അലങ്കരിച്ചിട്ട് സ്വർണം ശാതകുംഭം സ്വർണക്കുടം കൊണ്ട് അലങ്കരിച്ചിട്ട് പരിച്ഛദം അലങ്കാരം പർവ്വതോരംകൃതം എല്ലാ ദിക്കും അലങ്കരിച്ചു. ശ്രീമത് വിമാന ശിഖരദ്യുതി ശ്രീമത്തായ ഐശ്വര്യമുള്ള വിമാന ശിഖരദ്യുതി വിമാനങ്ങളുടെ കൊടുമുടിയിൽ നിന്ന് പുറപ്പെടുന്ന ശോഭകളാലും ആകാശത്തു നിന്നും പുറപ്പെടുന്ന ശോഭകളാലും ആ പുരി മുഴുവൻ അലങ്കരിക്കപ്പെട്ടതായി. മതിലുകളിലെല്ലാം തോരണം കെട്ടി അലങ്കരിച്ചു, പൂർണ്ണകുംഭം വെച്ചു, വിളക്ക് വെച്ചു. ഗോപുരങ്ങളിലായി, വീടുകളിലായി, ഓരോ വീടുകളുടെയും ഗോപുരത്തിന്റെ വാതിലിന് മുകളിൽ സ്വർണകുംഭങ്ങൾ കൊണ്ട് അലങ്കരിച്ചു.
അങ്ങനെ എല്ലാവരും അലങ്കരിച്ച് മുകളിൽ നിന്നും ആകാശത്തിൽ നിന്നും വിമാനശിഖരത്തിന്റെ ദ്യുതിശോഭ താഴേക്ക് പടർന്നു പന്തലിച്ചു. പ്രാകാരേർഗോപുരാകാരേ ശാതകുംഭപരിച്ഛദൈ പർവ്വതോലങ്കൃതം ശ്രീമദ് വിമാനശിഖരദ്യുതി മൃഷ്ടരത്വരരഥ്യാട്ടമർഗം ചന്ദനചർച്ചിതം. ഇനി മൃഷ്ടം എന്ന് വെച്ചാൽ തൂത്തു വൃത്തിയാക്കിയത്, മാർജനം ചെയ്തതാണ് മൃഷ്ടം. മാർജനം ചെയ്തെന്ന് വെച്ചാൽ തുടയ്ക്കുക, തൂക്കുക, ഇതിനെല്ലാം ഉപയോഗിക്കുന്ന വാക്കഥ. ചത്വരം 4 കവലകൾ, രഥ്യ വഴി. ഓരോ വീടിന്റെയും മുറ്റങ്ങള് ഇടയ്ക്കിടയ്ക്ക് കാണുന്ന 4 കവലകൾ, അതേപോലെ വഴികൾ, സഞ്ചരിച്ചു പോകുന്ന വഴികൾ, അട്ടം എന്ന് വെച്ചാൽ മാളിക എന്നർത്ഥം. അട്ട മാർഗം വഴി, വാഹനം പോകുന്ന വഴി, നടന്നു പോകുന്ന വഴി, രഥ്യ മാർഗം. അട്ടങ്ങൾ, മുറ്റങ്ങൾ, മാളികകൾ, അവയുടെ മുറ്റങ്ങൾ. പിന്നെ ഇതെല്ലാം തൂത്തു തുടച്ച് വെടിപ്പാക്കി. ചന്ദന ചർച്ചിതം, ചന്ദന ജലം കൊണ്ട് തളിച്ചു. ചാണകവെള്ളം കൊണ്ടല്ല, ചന്ദന വെള്ളം കൊണ്ട് തളിച്ചു. രാജാക്ഷതൈ, മലരും അക്ഷതവും കൊണ്ട് അലങ്കരിച്ചു. അവിടെയൊക്കെ വിതറി വഴിയിലൊക്കെ. പുഷ്പഫലൈ, പൂക്കള്, അതുപോലെ പഴങ്ങൾ. പഴങ്ങൾ എന്ന് വെച്ചാൽ കദളിക്കുലകള്, കവുങ്ങിന്റെ പാക്ക് പഴുത്തു പാകമായത്. തണ്ടുലൈ ബലിഭിയുതം, തണ്ടുലങ്ങൾ, ധാന്യങ്ങള്, ബലികൾ, പൂജാദ്രവ്യങ്ങൾ, ഇവയോട് ചേർത്ത് എല്ലാവരും അവരവരുടെ മുറ്റവും ഗോപുരവും മധുര മൃഷ്ടചതുരരഥ്യാട്ടമാർഗം ചന്ദനചർച്ചിതം രാജാക്ഷതേ പുഷ്പഫലൈ തണ്ടുലൈർ ബലിഭിയുതം. തത്ര തത്ര ഉപസംകൃതൈ, തത്ര ഉപസംകൃതൈ ഞാൻ വായിച്ചില്ല. തത്ര ഉപസംകൃതൈർ ലഫൻ മകരതോരണൈ ഫവൃന്ദൈ കദളിസ്തംഭൈ പൂഗബോധൈശ്ച തദ്വിധൈ. അവിടെ ഉപസംകൃതൈഹി, ഉണ്ടാക്കപ്പെട്ട, അപ്പോഴുണ്ടാക്കിയെടുത്ത, ലഫൻ ശോഭിക്കുന്ന, മകരതോരണൈ ശോഭയുള്ള മകരതോരണങ്ങളാൽ, മത്സ്യത്തിന്റെ ആകൃതിയിൽ വെട്ടിയുണ്ടാക്കുന്ന തോരണങ്ങളാൽ, സ്വവൃന്ദൈഹി കൂട്ടങ്ങൾ. എന്തിന്റെ? കദളി സ്തംഭൈ, കദളിവാഴയുടെ കൂട്ടങ്ങൾ. ഇന്നും നമ്മൾ വാഴക്കുല കെട്ടി അലങ്കരിക്കുന്നത് അന്നേ ഉള്ളതിന്റെ ഒരു ബാക്കിയാണ്. പൂഗബോധൈശ്ച, കൗങ്ങൻ തൈകൾ. തദ്വിധേ, അങ്ങനെയുള്ള ചൂതവല്ലഭം എന്നാണ് ബാക്കി വരുന്നത്. തത്ര ഉപസംകൃപ്തേർ ലഫൻ മകരതോരണൈ ഫവൃന്ദൈ കദളി സ്തംഭൈ പൂഗബോധൈശ്ച തദ്വിധേ. തത്ര ഉപസംകൃപ്തൈഹി ലഫൻ മകരതോരണൈഃ ഫവൃന്ദൈ പുഷ്പ ഫലപുഷ്പാദിഭിഃ കദളീസ്തംഭൈഃ തദ്വിധൈ പൂഗബോധൈ ചൂതപല്ലവവാഫ സ്വങ് മുക്താദാമ വിളംബിഭിഃ സ്വദീപകൈഃ അപാം കുംഭൈ പ്രതിദ്വാരം ഉപസ്ഥിതം പ്രാകാരൈ ശാതകുംഭപരിച്ഛദൈഃ ഗോപുരാകാരൈ വിമാനശിഖരദ്യുഭിഃ ശ്രീമത് പർവതഃ അലങ്കൃതം ചന്ദനചർച്ചിതം മൃഷ്ടചതുരരഥ്യാട്ടമാർഗം
ലാജാക്ഷതൈഃ പുഷ്പഫലൈഃ തണ്ടുലൈഃ ബലിഭിഃ യുതം ലസന്മകരതോരണൈ തത്രോപസംവൃപ്തേർലസൻ മകരതോരണൈ പവൃന്ദൈ കദളിസ്തംഭൈ പൂകപോതൈശ്ച തദ്വിധൈ ഭൂതപല്ലവ വാസഫ്രങ്മുക്താദാമ വിളംബിഭി ഉപസ്കൃതം പതിദ്വാരമപാം കുംഭൈ സദീപകൈ പ്രാകാരേ ഗോപുരാകാരേർഷാദകുംഭപരിച്ഛദൈ പർവ്വതോലങ്കൃതം ശ്രീമദ് വിമാനശിഖരദ്യുതി മൃഷ്ടചത്തുരരുധ്യാട്ടമാർഗം ചത്തനചിതം ലാജാക്ഷതൈ പുഷ്പഫലൈ തണ്ടുലേർബലിഭിയുതം തത്രതത്രോപസംവൃപ്തേർലസന്മകരതോരണൈ പവൃന്ദൈ കദളിസ്തംഭൈ ഭൂകപോതൈശ്ച തദ്വിധൈ ചൂതപല്ലവവാസഫ്രങ് മുക്താദാമ വിളംബിഭി ഉപസ്കൃതം പതിദ്വാരമ അപാം കുംഭൈ സദീപകൈ പ്രാകാരേ ഗോപുരാകാരേ ശാതകുംഭപരിച്ഛദൈ പർവ്വതോലങ്കൃതം ശ്രീമദ് വിമാനശിഖരദ്യുതി മൃഷ്ടചത്തുരരുധ്യ അട്ടമാർഗം ചന്ദനചിതം രാജാക്ഷതൈ പുഷ്പഫലൈ തണ്ടുലേർബലിഭിയുതം. ധ്രുവായ പഥിദൃഷ്ടായാം തത്തതത്രപുരപ്രിയാം സിദ്ധാർത്ഥക്ഷത അക്ഷത ദധ്യംബുദൂർവാ പുഷ്പഫലാനി ചാം ഉപജഹ്രു പ്രയുഞ്ജാനാം വാത്സല്യാദാശിഷപതി ശൃണ്വം തദ്വൽഗുഗീതാനി പ്രാവിശദ്ഭവനം പിതു. ധ്രുവായ ധ്രുവനായിക്കൊണ്ട് ധ്രുവന് വേണ്ടി പഥിദൃഷ്ടായ വഴിയിൽ കണ്ട തത്ര തത്ത പുരസ്ത്രീയ അവിടെ എവിടെയുള്ള പുരസ്ത്രീകൾ പട്ടണ സ്ത്രീകൾ സിദ്ധാർത്ഥ അക്ഷത ദധ്യംബു ദൂർവാപുഷ്പഫലാനിച ഓരോ വീടിന്റെ ദ്വാരത്തിൽ ചെല്ലുമ്പോഴും വാതിക്കലെത്തുമ്പോൾ ആ വീട്ടിലെ ഗൃഹനായിക വഴിയിൽ വെച്ച് അവിടുത്തെ പുരസ്ത്രീകൾ ധ്രുവനെ സ്വീകരിച്ചു. എങ്ങനെയാണ്? അക്ഷതമിട്ട് സ്വീകരിച്ചു. എന്താണ് അക്ഷതം? സിദ്ധാർത്ഥം ച കടുക, കടുക് ചേർത്ത അക്ഷതം. അക്ഷത ദധ്യംബു, ദധ്യംബു ദധി തൈര്, പഞ്ചഗവ്യങ്ങൾ നിറച്ച കുടങ്ങൾ, തൈര് നിറച്ച കുടം, പാല് നിറച്ച കുടം, നെയ്യ് നിറച്ച കുടം, ഗോമൂത്രം നിറച്ച കുടം, ചാണകം നിറച്ച കുടം. ദധ്യംബു ദൂർവാപുഷ്പഫലാനിച കറുകുകള്, പൂക്കള്, ഫലങ്ങൾ, പാക്ക്, ചുണ്ടയ്ക്ക, കദളി മുതലായിരിക്കുന്ന ഫലങ്ങൾ, ഇവകൾ ധ്രുവന്റെ പാദങ്ങൾ അർപ്പിച്ച് നമസ്കരിച്ചു. ആ പുരസ്ത്രീകളൊക്കെ ഉപജഹ്രു സ്വീകരിച്ചു. പ്രയുഞ്ജാനാഹ പ്രയോഗിച്ചുകൊണ്ട് വാത്സല്യാത് ആശിഷഫതേഹി വാത്സല്യം കൊണ്ട് ആശിഷ ആശീർവാദങ്ങളെ പ്രയുഞ്ജാനഹ പ്രയോഗിക്കുന്നവരായിട്ട് പതീഹി പതിവ്രതകളായ അവർ ശൃണ്വൻ തദ്വൽഗുഗീതാനി ശൃണ്വം തദ്വൽഗുഗീതാനി ശൃണ്വൻ കേട്ടുകൊണ്ട് തത് അവന്റെ വൽഗു മനോഹരമായ സുന്ദരമായ ഗീതാനി പാട്ടുകൾ ശൃണ്വൻ തത് വൽഗുഗീതാനി തത് വൽഗുഗീതാനി ശൃണ്വൻ അവന്റെ സുന്ദരമായ പാട്ടുകൾ കേട്ടുകൊണ്ട് പ്രവേശിച്ചു പിതുഹു ഭവനം അച്ഛന്റെ കൊട്ടാരത്തിലേക്ക്.
ഓരോ വീടിന്റെ വാതുക്കെ എത്തുമ്പോഴും നമ്മളിപ്പോ പറയിടുന്ന പോലെ അതാത് വീട്ടിലെ ഗൃഹനായികകൾ വാത്സല്യപൂർവ്വം വന്ന് ആശീർവാദങ്ങൾ ചെയ്ത് കടുകും തൈരും ചേർത്ത അക്ഷതം കാലിൽ സമർപ്പിച്ച് പൂർണ്ണകുംഭം വെച്ച് അതിൻ്റെ കൂടെ എന്താണ് കറുക, പൂക്കള്, നാളികേരാദികളായിരിക്കുന്ന ഫലങ്ങൾ ഇതെല്ലാം സമീപത്ത് കൊണ്ടുവച്ച് സമർപ്പിച്ചു. അവരുടെ മധുരഗാനങ്ങൾ കേട്ടുകൊണ്ട് പിതാവിന്റെ രാജധാനിയിലേക്ക് ധ്രുവൻ പ്രവേശിച്ചു. ധ്രുവായ പഥിദൃഷ്ടായ തത്ര പുരസ്ത്രിയാം സിദ്ധാർത്ഥക്ഷതദിത്യംബു ദൂർവാപുഷ്പഫലാനിജാം ക്വജഹൃപ്രയുഞ്ജാനാം വാത്സല്യാദാശിഷഫതി ശൃണ്വം തദ്വൽഗുഗീതാനി പ്രാവിശദ്ധവനം വിദു. തത്ര പുരസ്ത്രിയഃ സിദ്ധാർത്ഥാക്ഷതദിത്യംബു ദൂർവാപുഷ്പഫലാനി പഥിദൃഷ്ടായ ധ്രുവായ വാത്സല്യാത് പതീഹി ആശിഷഃ പ്രയുഞ്ജാനാഃ ഉപജഹു തദ്വൽഗുഗീതാനി ശൃണ്വൻ വിദുഃ ഭവനം പ്രാവിശത്. ധ്രുവായ പഥിദൃഷ്ടായ തത്ര പുരസ്ത്രിയാം സിദ്ധാർത്ഥക്ഷതദിത്യംബു ദൂർവാപുഷ്പഫലാനിജാം ഉപജഹ്രു പ്രയുഞ്ജാനാ വാത്സല്യാദാശിഷവ്രതീ ശൃണ്വം തദ്വൽഗുഗീതാനി പ്രാവിശദ്ധവനം വിദു. ധ്രുവായ പഥിദൃഷ്ടായ തത്ര പുരസ്ത്രിയാം സിദ്ധാർത്ഥക്ഷതദിത്യംബു ദൂർവാപുഷ്പഫലാനിജാം ഉപജഹ്രു പ്രയുഞ്ജാനാം വാത്സല്യാദാശിഷവ്രതീ ശൃണ്വം തദ്വൽഗുഗീതാനി പ്രാവിശദ്ധവനം വിദു. മഹാമണിപ്രാതമയേ മയേ ഫതസ്മിൻ പവനോത്തമേ ലാളിതോ നിതരാം പിത്ര ന്യവഭക്തി ദേവവത്. മഹാമണിപ്രാതമയേ മഹത്തായ രത്നങ്ങൾ കൊണ്ട് നിർമ്മിച്ച തസ്മിൻ ഭവനോത്തമേ ആ വീട്ടിൽ അവൻ ലാളിതോ നിതരാം ഏറ്റവും ലാളിക്കപ്പെട്ടു പിത്ര പിതാവിനാൽ ന്യവഭത് ദിവി ദേവവത്. ദിവി സ്വർഗത്തിൽ ദേവവത് ന്യവഭത് ദേവനെ പോലെ വസിച്ചു. സ്വർഗത്തിൽ ഇന്ദ്രൻ എപ്രകാരമാണോ അപ്രകാരം പിതാവിനാൽ ലാളിക്കപ്പെട്ടുകൊണ്ട് സ്വർണ്ണ നിർമ്മിതവും രത്നവുമായുമായ ആ കൊട്ടാരത്തിൽ സുഖമായി കഴിയും. മഹാമണിപ്രാതമയേ ഫതസ്മിൻ ഭവനോത്തമേ ലാളിതോ നിതരാം പിത്ര ന്യവഭത് ദിവി ദേവവത്. മഹാമണിപ്രാതമയേ ഭവനോത്തമേ പിത്ര നിതരാം ലാളിതഃ ദിവി ദേവവത് ന്യവഭത്. മഹാമണിപ്രാതമയേ ഫതസ്മിൻ ഭവനോത്തമേ ലാളിതോ നിതരാം പിത്ര ന്യവഭത് ദിവി ദേവവത്. മഹാമണിപ്രാതമയേ ഫതസ്മിൻ ഭവനോത്തമേ ലാളിതോ നിതരാം പിത്ര ന്യവഭത് ദിവി ദേവവത്. പയഭേന നിഭാഷയ്യ ദാന്താരുക്മപരിച്ഛദ ആസനാനി മഹാർഭാനി യത്ര രൗക്മ ഉപസ്കരാഹം. പയപ്പേനിഭാഹം പാലിന്റെ പതയ്ക്ക് തുല്യമായ, പയഹ പാല്, ഫേനം പത, നിഭം തുല്യം, പാലിന്റെ പതയ്ക്ക് തുല്യമായ ശയ്യ കിടക്ക. സുന്ദരമായ ഒരു ഭാവനയാണ്. ഇന്നാണ് നല്ല വെള്ള പോറ്റ് പോലിരിക്കുന്ന കിടക്ക ഉണ്ടാക്കാൻ ഇപ്പോഴാണ് നമ്മൾ പഠിച്ചത്. ഭാഗവതം അന്നേ പറഞ്ഞു കിടക്കയിൽ വിരിക്കുന്നത് വെള്ളയായിരിക്കണം, അത് വലിയ കട്ടി ഉണ്ടാവരുത്, പോറ്റ് പോലെ പത പോലെ ആയിരിക്കും. പത പോലെ പോലെ എന്താണ് വെള്ളത്തുണി വിരിച്ച കട്ടിൽ. പയഭേനിഭാഹ ശയ്യ കിടക്കണം. ദാന്താഹ രുക്മപരിച്ഛദാഹ പിന്നെന്താണ് രുക്മപരിച്ഛദങ്ങൾ, സ്വർണം കൊണ്ടുണ്ടാക്കിയ ഉപകരണങ്ങൾ. പരിച്ഛദങ്ങൾ ഉപകരണങ്ങൾ, സ്വർണം കൊണ്ട് നിർമ്മിച്ച ഉപകരണങ്ങൾ ധാരാളമുണ്ട്. ദാന്താഹ ദന്തമയം, പല്ലുകൾ, ആനക്കൊമ്പ് കൊണ്ടുണ്ടാക്കിയതായ
രുക്മപരീക്ഷത സ്വർണങ്ങൾ പതിച്ച കട്ടിലെ, മേശ, കഫേര ഉപകരണങ്ങൾ. ആഫനാനി മഹാർഹാണി ഏറ്റവും വിലപിടിപ്പുള്ള ആഭരണങ്ങൾ. യത്ത് അവിടെ രൗക്മാ ഉപസ്കരാഹം സ്വർണം കൊണ്ടുണ്ടാക്കിയ ഉപസ്കരങ്ങൾ, വീട്ടുസാധനങ്ങൾ, വീട്ടിലെ ഉപകരണങ്ങൾ, പാത്രങ്ങളൊക്കെ സ്വർണമാണ്. ഇപ്പൊ നമുക്ക് സങ്കല്പിക്കാനേ പറ്റില്ല, ഒരു കാലഘട്ടത്തിൽ അങ്ങനെ ഉണ്ടായിരുന്നു, ഇനി ഭാവിയിൽ ഉണ്ടാവുകയും ചെയ്യാം. പതക്കൂട്ടം പോലെയുള്ള കിടക്ക, ആനക്കൊമ്പുകൊണ്ടുണ്ടാക്കിയ സ്വർണം പതിച്ച ഉപകരണങ്ങൾ, ആസനങ്ങൾ, പീഠങ്ങൾ, നല്ല വിലമതിക്കാനാവാത്ത വിലയുള്ള പീഠങ്ങൾ, അത് രത്നമയമാണ് ആയ വീട്ടുസാധനങ്ങൾ. പയഭേന നിഭാശയ്യാദാന്താരുക്മപരീക്ഷതാം ആഫനാനി മഹാർഹാണി യത്ര രൗക്മാ ഉപസ്കരാം. പയഭേന നിഭാഹ ശയ്യാഹ ദാന്താഹ രുക്മപരീക്ഷതാഹ ആഫനാനി മഹാർഹാണി ഉപസ്കരാഹ രൗക്മാഹ. പയഭേന നിഭാശയ്യാദാന്താരുക്മപരീക്ഷതാം ആഫനാനി മഹാർഹാണി യത്ര രൗക്മാ ഉപസ്കരാം. പയഭേന നിഭാശയ്യാദാന്താരുക്മപരീക്ഷതാം ആഫനാനി മഹാർഹാണി യത്ര രൗക്മാ ഉപസ്കരാം. എത്ര സ്ഫടികകുട്യേഷു മഹാമാരകതേഷു ച മണിപ്രദീപ ആഭാന്തി ലലനാ രത്നസംയുത. അവിടെ ആ രാജധാനിയിൽ സ്ഫടികം കൊണ്ടുണ്ടാക്കിയ സ്ഫടിക കുട്യേഷു, സ്ഫടികം കൊണ്ട് ഉണ്ടാക്കിയ ചുമരുകൾ, കുട്യം എന്ന ചുമര്, മഹാമാരകതേഷു ച മഹത്തായ മരതകരത്നം പതിച്ച സ്ഫടികം പോലെയുള്ള ചുമരുകൾ, മണിപ്രദീപ രത്നം പോലെ തിളങ്ങുന്ന വിളക്ക്, ആഭാന്തി ശോഭിക്കുന്നു, ലലനാരത്ന സംയുതാഹ സ്ത്രീകളോട് കൂടിയവരായിട്ട്. സ്ത്രീരത്നങ്ങൾ, ലലനാരത്നം സ്ത്രീരത്നം, ലലനാരത്ന സംയുതാഹ സ്ത്രീകളെ രത്നം പോലെ കണ്ടിരുന്നു. അങ്ങനെയുള്ള സ്ത്രീകളോടും കൂടി ആ രാജധാനി ഏറ്റവും അധികം ഉത്കൃഷ്ടമായി ശോഭിച്ചു. എത്ര സ്ഫടികകുട്യേഷു മഹാമാരകതേഷു ച മണിപ്രദീപ ആഭാന്തിരനാരത്നസംയുത. എത്ര സ്ഫടികകുട്യേഷു മഹാമാരകതേഷു മണിപ്രദീപാഃ രത്നസംയുതാഃ ആഭാന്തി. എത്ര സ്ഫടികകുട്യേഷു മഹാമാരകതേഷു ച മണിപ്രദീപ ആഭാന്തി രത്നസംയുത. എത്ര സ്ഫടികകുട്യേഷു മഹാമാരകതേഷു ച മണിപ്രദീപ ആഭാന്തി രത്നസംയുത. ഉദ്യാനാനി ച രമ്യാണി വിചിത്രൈരമരദ്രുമൈഃ വിഹംഗമിഥുനേ ഗായന്മത്തമഥോ വ്രതൈ. ഉദ്യാനാനി ച രമ്യാണി ഉദ്യാനങ്ങൾ രമ്യങ്ങളായി, വിചിത്രൈഹി അമരദ്രുമൈ വിചിത്രങ്ങളായ കൽപ്പവൃക്ഷങ്ങളാൽ ഉദ്യാനങ്ങൾ മനോഹരമായി. ഊജദ്വിഹംഗ പൂകുന്ന പക്ഷികൾ, വിഹംഗം പക്ഷി, മിഥുനൈഹി ഇണചേർന്ന് നിൽക്കുന്ന, ഗായൻ മധു മത്തമധോ ഹൃദൈ മതിച്ച വണ്ടിൻ സമൂഹങ്ങളാൽ പാടിക്കൊണ്ടിരിക്കുന്നു ഉദ്യാനത്തിൽ. ഉദ്യാനാനി ച രമ്യാണി വിചിത്രൈരമരദ്രുമൈ ഊജദ്വിഹംഗമിഥുനൈർ ഗായൻ മത്തമധോ വ്രതൈ. വിചിത്രൈഹി അമരദ്രുമൈഹി ഊജദ്വിഹംഗമിഥുനൈഹി ഗായൻ മത്തമധു വ്രതൈഹി. ഉദ്യാനാനി രമ്യാണി ഉദ്യാനാനി ച രമ്യാണി വിചിത്രൈരമരദ്രുമൈ ഊജദ്വിഹംഗമിഥുനൈർ ഗായൻ മത്തമധോ വ്രതൈ. ഉദ്യാനാനി ച രമ്യാണി വിചിത്രൈരമരദ്രുമൈ
ഊജദ്വിഹംഗമിഥുനേ ഗായൻ നർത്തമഥോഹൃതൈ വാപ്യോ വൈഡൂര്യസോപാനാഃ പത്മോത്പലകുമുദ്വതീഃ ഹംസകാരണ്ടവകുലേ ജുഷ്ടാശ്ചക്രാപസാരഭൈ. വാപ്യഃ കുളങ്ങൾ, വൈഡൂര്യസോപാനാഹം വൈഡൂര്യം കൊണ്ടുണ്ടാക്കിയ പടിക്കെട്ടുകളാണ്, സോപാനങ്ങളാണ്. പത്മോത്പലകുമുദ്വതീ ആമ്പലും താമരയും ഉള്ളതാണ്. പത്മ ഉത്പലം നീലത്താമര, പത്മം താമര, കുമുദ്വതി ആമ്പൽ. പത്മോത്പലകുമുദ്വതി ഹംസകാരണ്ടവകുലേ. ഹംസങ്ങള് കാരണ്ടക പക്ഷികൾ അല്ലെങ്കിൽ ഈ കുളക്കോഴികൾ അവരുടെ കൂട്ടത്താലും ജുഷ്ടാഹ സേവിക്കപ്പെട്ടത്. ചക്രാക്വസാരഭൈ ചക്രാക്വം ചക്രവാക പക്ഷികൾ, പാരഫ പക്ഷികൾ അതും എന്താണ് വെള്ള നിറത്തിലുള്ള കോഴികളാണ്. വാപ്യോ വൈഡൂര്യസോപാന പത്മോത്പലകുമുദ്വതീ ഹംസകാരണ്ടവകുലേർ ജുഷ്ടാഹ ചക്രാക്വസാരഭൈ. വാപ്യഃ വൈഡൂര്യസോപാനാഃ പത്മോത്പലകുമുദ്വതീഃ ഹംസകാരണ്ടവകുലൈഃ ചക്രാക്വസാരഭൈഃ. വാപ്യോ വൈഡൂര്യസോപാനാഃ പത്മോത്പലകുമുദ്വതീ ഹംസകാരണ്ടവകുലേ ജുഷ്ടാഃ ചക്രാക്വസാരഭൈ. വാപ്യോ വൈഡൂര്യസോപാനാഃ പത്മോത്പലകുമുദ്വതീ ഹംസകാരണ്ടവകുലേ ജുഷ്ടാഃ ചക്രാക്വസാരഭൈ. ഉത്താനപാദോ രാജർഷി പ്രഭാവം തനേഫ്യതം ശ്രുത്വാ ദുഷ്ട്വാദ്ഭുതതമം പ്രപേദേ വിസ്മയം പരം. ഉത്താനപാദോ രാജർഷി, ഉത്താനപാദൻ എന്ന രാജർഷി തനേഫ്യതം പ്രഭാവം ശ്രുത്വാ, പുത്രന്റെ ഈ പ്രഭാവത്തെ കുറിച്ച് കേട്ടിട്ട് ദൃഷ്ട്വാ അദ്ഭുതതമം, അത്ഭുതമമായ കാഴ്ചകൾ കണ്ടിട്ട് പരം വിസ്മയം പ്രപേദേ, ഏറ്റവും വിസ്മയം പ്രാപിച്ചു, അത്ഭുതപ്പെട്ടു. ഉത്താനപാദോ രാജർഷി പ്രഭാവം തനേഫ്യതം ശ്രുത്വാ ദൃഷ്ട്വാ അദ്ഭുതതമം പ്രപേദേ വിസ്മയം പരം. ഉത്താനപാദഃ രാജർഷിഃ തനേഫ്യ അത്ഭുതതമം പ്രഭാവം ശ്രുത്വാ ദൃഷ്ട്വാ പരം വിസ്മയം പ്രപേദേ. ഉത്താനപാദോ രാജർഷി പ്രഭാവം തനേഫ്യതം ശ്രുത്വാ ദൃഷ്ട്വാദ്ഭുതതമം പ്രപേദേ വിസ്മയം പരം. ഭിക്ഷോഢവയസം തം ച പ്രകൃതീനം ച സമ്മതം അനുരക്തപ്രജം രാജാ ധ്രുവം ചക്രേ ഭുവപതിം. വീക്ഷ്യ കണ്ടിട്ട് ഊഢവയസം പ്രായപൂർത്തിയായ വയസ്സുള്ളവൻ, ഊഢം വളർന്നവൻ, വയസ്സ് കൊണ്ട് വളർന്നവൻ ച പ്രായപൂർത്തിയായവനായ തം ച അവനെയും പ്രകൃതീനാം ച സമ്മതം പ്രജകളുടെ സമ്മതത്തോടുകൂടി അനുരക്തപ്രജം പ്രജകളോട് അനുരാഗമുള്ളവനായ അവനെ രാജാവ് ധ്രുവം ധ്രുവനെ ചക്രേ ഭുവപതി ഭൂമി രാജാവാക്കി അഭിഷേകം ചെയ്തു. വീക്ഷോടവയസം തം ച പ്രകൃതീനം ച സമ്മതം അനുരക്തപ്രജം രാജാ ധ്രുവം ചക്രേ ഭുവപതിം. തം ധ്രുവം ഊഢവയസം പ്രകൃതീനാം സമ്മതം അനുരക്തപ്രജം വീക്ഷ്യ ഭുവപതിം ചക്രേ. വീക്ഷോടവയസം തം ച പ്രകൃതീനം ച സമ്മതം അനുരക്തപ്രജം രാജാ ധ്രുവം ചക്രേ ഭുവപതിം. വീക്ഷോടവയസം തം ച പ്രകൃതീനം ച സമ്മതം അനുരക്തപ്രജം രാജാ ധ്രുവം ചക്രേ ഭുവപതിം. ആത്മാനം ച പ്രവയസമാകലയ്യ വിശമ്പതി വനം വിരക്തപ്രാതിഷ്ഠത്യമൃഷന്നാത്മനോ ഗതിം. ആത്മാനം ച പ്രവയസമാകലയ്യ, താനും വയസ്സനായെന്ന് അറിഞ്ഞിട്ട്, ആത്മാനം ച തന്നെയും പ്രവയസം വയസ്സ് കടന്നവനായി അറിഞ്ഞിട്ട്, ആകലയ്യ വിചാരിച്ചിട്ട്, വിശാംപതി രാജാവ്
വിരക്തനായിട്ട് വനം പ്രാതിഷ്ഠ, വനത്തിലേക്ക് പോയി. വിമർശൻ ആത്മനോട്, തന്റെ ആത്മഗതിയായ മോക്ഷത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് വനത്തിലേക്ക് പുറപ്പെട്ടു. ആത്മാനഞ്ച പ്രവയസം ആകലയ്യ വിശാംബതി വനം വിരക്ത പ്രാതിഷ്ഠത് വിമർശന്നാത്മനോ ഗതിം. വിശാംപതി ആത്മാനം പ്രവയസം ആകലയ്യ വിരക്ത ആത്മനഃ ഗതിം വനം പ്രാതിഷ്ഠത്. ആത്മാനഞ്ച പ്രവയസം ആകലയ്യ വിശാംപതി വനം വിരക്ത പ്രാതിഷ്ഠത് വിമർശന്നാത്മനോ ഗതിം. ആത്മാനഞ്ച പ്രവയസം ആകലയ്യ വിശാംപതി വനം വിരക്ത പ്രാതിഷ്ഠത് വിമർശന്നാത്മനോ ഗതിം. പാദരാജാവ് വിരക്തനായി മോക്ഷത്തിനു വേണ്ടി വനത്തിലേക്ക് തപസ്സിനായി യാത്രയായി. ഈ ധ്രുവരാജകുമാരനെ രാജാവാക്കി അഭിഷേകം ചെയ്തു എന്ന് പറഞ്ഞു. ആ ഭാഗം അവിടെ അടുത്ത അധ്യായം നമുക്ക് അടുത്ത ദിവസത്തേക്ക് മാറ്റിയേക്കാം. വായിക്കുകയാണ്. ആർക്കെങ്കിലും സംശയം ചോദിക്കാൻ ഉണ്ടെങ്കിൽ ശേഷം ചോദിക്കാം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.